ചേച്ചി 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 എന്താ ചേച്ചി ചേച്ചി അയ്യോ എന്താ ചേച്ചി എന്താ ചേച്ചി എന്താ ചേച്ചി അയ്യോ ഇങ്ങനെ പോവാണോ എന്നാട്ടേക്ക് ഇട്ടിട്ട് പോവാണോ അയ്യോ എന്താ ചേച്ചി എന്താ ചേച്ചി അയ്യോ ഇവിടെ ചന്ദ്രമാനെ കണ്ടാങ്ങളെ അയ്യോ ഇവിടെ ചന്ദ്രമാനെ കണ്ടോ എന്താ ചേച്ചി അയ്യോ എന്താ ചേച്ചി ഈ ബോഡി ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ആരുണ്ടെന്ന് പറഞ്ഞില്ലേ? അത് കാണുമല്ലേ? ആളെ കാണിച്ചിട്ടുണ്ടോ? കൂട്ടുകാരികളായ വീട്ടമ്മമാരുടെ വിയോഗത്തിൽ തേങ്ങലോടെ ഇടക്കുന്നു ഗ്രാമം. നാടിനെ നടുക്കിയ ദുരന്തത്തെ കണ്ണീരോടെയാണ് ആ ഗ്രാമം ഏറ്റുവാങ്ങിയത്. ഇടിമിന്നലേറ്റ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട സരോജത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ 11 മണിയോടെയാണ് വീട്ടുവളപ്പിൽ നടന്നത്. പുനലൂർ നഗരസഭയിലെ കേളങ്കാവ് ഇടക്കുന്നിൽ ഗോകുലത്തിൽ ചന്ദ്രബാബുവിൻ്റെ ഭാര്യ 55 വയസ്സുള്ള സരോജമാണ് ഇടിമിന്നലേറ്റ് മരണപ്പെട്ടത്. പുനലൂർ നഗരസഭയിലെ മണിയാർ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മരിച്ച സരോജവും സുഹൃത്തായ രജനിയും. തൊഴിലുറപ്പ് ജോലികൾ നിലച്ചതോടെ കഴിഞ്ഞ ദിവസം ഇരുവരും വീടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ ജോലിക്കായി പോയതായിരുന്നു. മരണപ്പെട്ട രജനിയും സരോജവും അടുത്തുനിന്നാണ് ജോലികൾ ചെയ്തിരുന്നത്. മഴ പെയ്തതിനെ തുടർന്ന് പുരയിടത്തിലുണ്ടായ മരത്തിൻ്റെ ചുവട്ടിലേക്ക് ഇരുവരും മാറി നിന്നു. മഴ അവസാനിച്ചതിനു ശേഷവും ഇരുവരെയും കാണാത്തതിനെ തുടർന്ന് കൂടെയുണ്ടായിരുന്ന സ്ത്രീകൾ നോക്കിയപ്പോൾ ഇരുവരും മരത്തിന് സമീപം കിടക്കുന്നതായാണ് കണ്ടത്. ഓടിയെത്തിയവർ പരിശോധിച്ചപ്പോൾ ഇരുവരുടെയും ശരീരത്തിൽ പൊള്ളലേറ്റതായും കണ്ടു. തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബുധനാഴ്ച രാവിലെ 9 മണിയോടെയാണ് സരോജത്തിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. തലഭാഗം തെക്കോട്ട് മാറട്ടെ. കാല് അങ്ങോട്ട് പോട്ടെ. അങ്ങനെ ചെറുതായിട്ടൊന്നും വേണ്ടേ? ഒന്ന് ആട്ട് തെക്കോട്ടും മടക്കോട്ടും ആട്ട്. വടക്ക് അവിടെ ആട്ടിട്ട് അരിയിലോട്ട് കിടത്ത് കസർ മാറ്റിക്കൂടെ വേണമെങ്കിൽ മാറ്റിക്കൂടെ. അതുകൊണ്ട് വിളക്കൊക്കെ അങ്ങനെ ഇങ്ങനെ മാറിക്ക് മാറിക്ക്. അല്ലെങ്കിൽ വേണം. ഈ വീട്ടുകൂടിയാണ് നമ്മൾ ആദ്യമായിട്ട് എല്ലാ ബന്ധുക്കാർക്കും 2 സെക്കൻഡിൽ ശരിയായിരിക്കാം. അയാൾ ഇപ്പുറത്തുണ്ടോ? താഴെപ്പുറത്തുണ്ടോ? തലയ്ക്ക് നേരിട്ട പിള്ളേർ 3 ആൺപിള്ളേരില്ലേ? 3 പേരെ 2 പേര് തലയ്ക്കും ഒരാളെ താഴ്ത്തി. അങ്ങനെയാണ്
ഇനി ആരെങ്കിലും കോടി കൊണ്ടുവന്നിട്ടുണ്ടോ? കോടി ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവര് 3 പേര് ചത്തു വിട്ടു. അതാ ഊരിക്ക് വേണം, അതാ ഊരിക്ക് വേണം. ചേച്ചി 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 എന്താ ചേച്ചി ചേച്ചി അയ്യോ എന്താ ചേച്ചി എന്താ ചേച്ചി എന്താ ചേച്ചി അയ്യോ ഇങ്ങനെ പോവാന്നോ എന്നാട്ടിട്ട് പോവാന്നോ അയ്യോ എന്താ ചേച്ചി എന്താ ചേച്ചി അയ്യോ ഇവിടെ ചന്ദമാനെ കണ്ടാക്കളെ അയ്യോ ഇവിടെ ചന്ദമാനെ കണ്ടോ എന്താ ചേച്ചി അയ്യോ എന്താ ചേച്ചി ഈ കോടി ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ആരുണ്ടെന്ന് പറഞ്ഞില്ലേ? ഒന്ന് കണ്ടോട്ടെ ഞാൻ എന്റെ ചേച്ചിയുടെ അടുത്ത് പോയി ഞാനൊന്ന് കണ്ടോട്ടെ എന്റെ ചേച്ചി എന്റെ ചേച്ചി അത് കാണുമല്ലേ? ആളിനെ കാണിച്ചിട്ടുണ്ടോ? തടി ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി ആ ചെരുപ്പും ഈ പുഷ്പ ഇടാനുള്ളവരെ താൽക്കിലോട്ട് വന്ന് നിന്നോണേ. പുഷ്പ ഇടാനുള്ളവരെല്ലാം ഇങ്ങോട്ട് പോകണം. ഇതിലാ പോലെ ഒരു ഇതുണ്ട് ഇത് പൊക്കി വെക്കാൻ. അല്ല ഇത് ഈ തുണിയൊക്കെ പൊക്കി വെക്കാൻ മാറണോ? അല്ല മാറ്റേണ്ട എടുത്ത് കൊടുക്കണ്ടേ? പുഷ്പം കൊടുത്തിട്ട് ഞാനങ്ങ് വരാം. പൈപ്പിൻ്റെ അടുത്ത് 3 പേരെ കൊണ്ടുപോകും. ഇവിടെ ആരെങ്കിലും പുഷ്പയുടെ ഉണ്ടോ? ഇവിടെ ആരെങ്കിലും പുഷ്പയുടെ ഉണ്ടോ? പൂ കൊണ്ട് കറങ്ങണ്ട. നിങ്ങൾ പുഷ്പം ഇട്ടേ ഒന്നി അങ്ങോട്ട് മാറണം, അല്ലെങ്കിൽ അങ്ങോട്ട് മാറണം, എന്നാലേ പറ്റും കേട്ടോ. നിങ്ങളെ ഇവര് അങ്ങോട്ട് ഒതുക്കണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറണം. പുഷ്പം ഇട്ടവർ മാറിയാലേ പറ്റും. പുഷ്പം ഇട്ടവർ മാറണം. ഇട്ടിട്ട് പുറമെ ഇവിടെ നിന്ന് പുറമോട്ടൊക്കെ മാറിയാൽ അല്ലെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കളിക്കാൻ മാറിക്കോണേ. അതുകൊണ്ടാ പറയുന്നത്. ഞാനിവിടെ ഈ മണിയായിട്ട് കണ്ടു ഇടിമിന്നലായിട്ട് നോക്കി ഈ ഇട്ടവർ ഇങ്ങോട്ട് ഒരുങ്ങുവാനുണ്ടെങ്കിൽ അല്ലെ അകത്തോട്ട് കയറിയിരിക്കണേ. ഒരാളുടെ അടുത്ത് അതിൻ്റെ കാര്യം എടുക്കാൻ
ഇങ്ങനെ പോയിട്ട് അങ്ങനെ കയറാമത്തോട്ട് ഇടുന്നത്. കസരി പിടിക്കില്ലേ? അരി കൂടെ അങ്ങോട്ട് അവിടെ പോയിട്ടാണ് കൈ കൊണ്ട് ഇവിടുന്ന് നെറ്റിയിൽ അഞ്ഞോണ്ടോ കുടങ്ങുണ്ടോ എല്ലാവരും കേൾക്കും എടുക്കാം. വിളക്കെടുത്തോട്ടെ കൊടും വെള്ളം എൻ്റെ കൂടെ വരണേ. ആരും ഈ എണ്ണയും കൂടെ കസര മാറ്റിക്കൂടെ പൊതുദർശനത്തിനു ശേഷം രാവിലെ 11 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. നിരവധി ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാനായി സരോജത്തിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നത്. പുനലൂർ MLA PS സുബാൽ, തഹസിൽദാർ MS ഷാജു, കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹൻ, നഗരസഭാ അധ്യക്ഷ K പുഷ്പലത, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അജയ് പ്രസാദ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് C വിജയകുമാർ, UDF പാർലമെന്ററി പാർട്ടി ലീഡർ G ജയപ്രകാശ്, BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടം, നഗരസഭാ കൗൺസിലർമാർ, ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ എന്നിവർ അന്തിമോപചാരമർപ്പിക്കാനായി എത്തിയിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെയും പുനലൂർ നഗരസഭയുടെയും അടിയന്തര സാമ്പത്തിക സഹായം കുടുംബാംഗങ്ങൾക്ക് കൈമാറി. പുനലൂർ നഗരസഭയിൽ ഇന്നലെ ആകസ്മികമായി മരണപ്പെട്ട ശ്രീമതി രജനി, സരോജം എന്നീ സഹോദരിമാരുടെ വേർപാട് നമുക്ക് ഏറ്റവും വേദനാജനകമായൊരു സംഭവമായിരുന്നു. നമ്മുടെ നഗരസഭയുടെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. കേളങ്കാവ് വാർഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ തൊഴിലുറപ്പ് ദിനത്തിൻ്റെ പ്രവർത്തനം കഴിഞ്ഞതാണ്. അതിനുശേഷം അടുത്തുള്ള ഒരു സഹോദരൻ്റെ പുരയിടത്തിൽ ഇന്നലെ ജോലി നിൽക്കവെയാണ് പെട്ടെന്നുണ്ടായ ഇടിമിന്നലിൽ ഈ 2 സഹോദരിമാരുടെ ജീവൻ പൊലിഞ്ഞത്. തീർച്ചയായും അവരുടെ വേർപാടിൽ നഗരസഭയുടെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. അവരുടെ കുടുംബത്തോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുന്നു. മരണാനന്തര ചടങ്ങുകൾക്കെല്ലാവർക്കും എല്ലാ സമയത്തും നഗരസഭയുടെ സാന്നിധ്യം നമ്മുടെ കൗൺസിലർമാരെല്ലാവരും അതിൽ പങ്കെടുത്തു. തീർച്ചയായിട്ടും നമുക്ക് അവരുടെ വേർപാട് നികത്താനാവാത്ത ഒരു സംഭവമാണ്. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഒരിക്കൽ കൂടി നമ്മൾ പങ്കുചേരുകയാണ്. നമുക്ക് അവർക്ക് ചെറിയ ഒരു ധനസഹായം എന്ന നിലയിൽ അവരുടെ മരണാനന്തര ചിലവുകൾക്ക് ഒരു 10,000 രൂപ വീതം 2 കുടുംബങ്ങൾക്കും നഗരസഭ നൽകിയിട്ടുണ്ട്. അങ്ങനെ നൽകാനൊരു കാരണം നമുക്കൊരു പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് നടന്ന മരണമായിരുന്നു. ആകസ്മികമായിട്ടുണ്ടായതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നൽകിയിട്ടുള്ളത്.
ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.